നെല്ലിക്ക ഉപ്പിലിട്ട് കഴിക്കുന്നത് ഇഷ്ടമുള്ള ആളുകളുണ്ടോ? രാവിലെ ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല സോഫ്റ്റ് പോലത്തെ പഞ്ഞി പോലത്തെ നെല്ലിക്ക ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഉപ്പ് പിടിക്കും കേട്ടോ. നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഒരു കുറച്ച് പച്ചമുളക് നമുക്കത് ഇതുപോലെ ഒരു പറഞ്ഞിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിനകത്തേക്ക് ഒരു കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇതുപോലെ ഇട്ട് കൊടുക്കണേ. പിന്നെ ഉണ്ടല്ലോ ഒരു നുള്ള് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് നല്ല രുചിയാണ് കഴിക്കാനായിട്ട്. പിന്നെ നമുക്ക് വിനാഗിരി നമുക്ക് ഇതുപോലെ ഒരു കുറച്ച് അതിനകത്തേക്ക് ഒന്ന് എടുത്ത് വയ്ക്കാം കേട്ടോ. പിന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മിക്സ് ചെയ്തപ്പോഴാണ് ഓർക്കണത് നമ്മുടെ ആ ഒരു നെല്ലിക്കകളെല്ലാം തന്നെ കുഞ്ഞു കുപ്പിയിൽ കൊള്ളത്തില്ലെന്ന്. പിന്നെ ഞാനെല്ലാം വാരി നമ്മുടെ ഒരു ഭരണിയിലേക്ക് ആക്കി കേട്ടോ. പിന്നെ നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കൂട്ടിലേക്ക് എല്ലാ നെല്ലിക്കകളും നമ്മൾ പറക്കിയിട്ടു. പിന്നെ നല്ല ചൂട് വെള്ളം അതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒത്തിരി കൂടി ഉപ്പിട്ടിട്ട് ഇത് അടച്ച് വയ്ക്കാം. വൈകുന്നേരം ആകുമ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ചൂടുവെള്ളം തന്നെ ഒഴിച്ച് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഉപ്പും പുളിയും ഒക്കെ കൂടെ പിടിച്ച് കഴിഞ്ഞപ്പോൾ നെല്ലിക്ക എടുത്ത് കഴിക്കാനായിട്ട് നല്ല രുചിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു കേട്ടോ.